FCRA വിഷയത്തിലെ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. കാക്കനാട്ടെ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തൊട്ടിലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഷോണിന്റെ പ്രതികരണം. തെറ്റുകൾ കണ്ടാൽ ദീപിക ദിനപത്രത്തിനെതിരെ വിമർശനം തുടരുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. സഭാമുഖപത്രമായ ദീപികയുടെ രാഷ്ട്രീയ ചായ്വിനെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി ഷോൺ ജോർജ് കൂടിക്കാഴ്ച നടത്തിയത്. 3/4 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി സംബന്ധിച്ച ആശങ്കകൾ സഭാ നേതൃത്വം ഷോൺ ജോർജുമായി പങ്കുവച്ചു. ആശങ്കകൾ പരിഹരിക്കുമെന്ന ഉറപ്പും ഷോൺ നൽകി. CBC കഴിഞ്ഞ ദിവസം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഫോളോ അപ്പ് ആയിട്ട് ഒരു ചർച്ചയും കൂടെ ഉണ്ട്. അത് ഇവിടുന്നും കൂടെ സീറോ മലബാർ സഭയുടെയും കൂടെ പ്രതിനിധികളുണ്ടാവും ആ ചർച്ചയിൽ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൺസേൺസ്, എന്തൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് സർക്കാർ ഒരിക്കലും ഒരു റിലീജിയസ് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു ആക്ട് അല്ല ഇത്, എന്നാൽ അമെൻമെൻ്റ് അല്ല ഇതെന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ അമെൻമെൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ മതസ്ഥാപനങ്ങളെ ഏതെങ്കിലും ഇതിൽ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ട് മന്ത്രി കിരൺ റിജിജുവിനെയാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് കൺഫേം ചെയ്തതിന് ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ടീം ഉണ്ടാവും. ആ ടീം CBCയുമായി ബന്ധപ്പെട്ട് CBCയുടെ ഒരു പ്രതിനിധി സംഘം മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ദീപിക ദിനപത്രത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ കണ്ടാൽ ഇനിയും ചൂണ്ടിക്കാട്ടുമെന്നും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ലെന്നും ഷോൺ ഉറപ്പിച്ചു പറഞ്ഞു. ദീപികയിൽ വരുന്നതെല്ലാം സഭയുടേതാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മാറ്റുകയാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഞാനും ഉൾപ്പെടുന്ന, ഇതെല്ലാം ഉൾപ്പെടുന്ന കർത്താവിൻ്റെ തിരുശരീരമാണ് സഭ. ആ സഭയിൽ പുഴുക്കുത്തുകൾ ഉണ്ടായാൽ ചാട്ടവാറടിത്ത, അതായത് പള്ളിക്കകത്ത് കച്ചവടം നടത്തിയവരെ ചാട്ടവാർ അടിച്ച് പുറത്താക്കിയ കർത്താവിൻ്റെ ശിഷ്യരാണ് നിങ്ങൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിക്കുള്ളിലാണെങ്കിലും എൻ്റെ വീട്ടിനുള്ളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ പൊതുപ്രവർത്തകരും. ഇനി അത് തന്നെ ചെയ്യും, എന്നാ സംശയം. ജനം, കൊച്ചി.